എല്ലാവരും എത്തി. ചർച്ച തുടങ്ങിയിട്ട് നേരം കുറയായി. പി ജയശങ്കർ, ഇന്ന് പത്രികാ സമർപ്പണം പൂർത്തിയായി, പ്രചാരണം കൊഴുക്കുന്നു, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനിടയിലാണ് ചെറ്റത്തരം, കോമാളി പോലെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഇത് നോക്കിയാൽ കാണേണ്ടത് ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ്. അതിന് വേറെ വാക്കില്ല എന്റെ നിഘണ്ടുവിൽ. ദുരന്തം പറച്ചിലൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇത് പരാജയ ഭീതിയിൽ നിന്ന് വരുന്നതാണോ, അത് തന്നെ എതിരാളിയെ എങ്ങനെയും ഒതുക്കണമെന്ന ചിന്തയിൽ നിന്ന് വരുന്നതാണോ? ചെറ്റത്തരം എന്ന വാക്ക് തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു സാംസ്കാരിക നിലവാരം അനുസരിച്ച് നോക്കുമ്പോൾ താരതമ്യേന മിതമായ അല്ലെങ്കിൽ സഭ്യമായ ഒരു പ്രയോഗമാണെങ്കിൽ പോലും എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലേട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പഴയ പരനാറി പ്രസംഗം ഓർമ്മയില്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്ര ഭേദം. പരനാറി എന്നത് പുള്ളി 3 തവണ കൊല്ലത്തെ വിവിധ വേദികളിൽ ആവർത്തിച്ചു. അപ്പോൾ അത് വളരെ ഡെലിബറേറ്റായിട്ട് കോൾഡ് ബ്ലഡായിട്ട് നടത്തിയ ഒരു പരാമർശമാണ്. അച്ഛൻ എന്തോ ഈ പറഞ്ഞു വരുന്നേ? ബേബി അപ്പോഴും വിചാരിച്ചില്ല ബേബി തോറ്റു പോകും. പക്ഷെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം 30,000-ൽ പരം വോട്ടുകൾക്ക് MA ബേബിയോട് പരാജയപ്പെടുന്നത്. അല്ലാതെ ബേബി തോൽക്കില്ല. ബേബി ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. എല്ലാ സാഹചര്യങ്ങളും ബേബിക്ക് അനുകൂലമായി നിൽക്കുമ്പോഴാണ് ഒരു കാര്യവുമില്ലാതെ ഇദ്ദേഹം അവിടെ പോയി ഇങ്ങനെ പരാമർശിച്ചത്. അയ്യോ, ഇങ്ങനെ 100 കണക്കിന് സംഭവങ്ങളാ. ഈ യമലോക പെരട്ടാന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. പിന്നെ പിണറായി വിജയൻ 3 സമയത്ത് പറഞ്ഞുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഭൂതഗണങ്ങളുണ്ട്. ഇപ്പോഴും നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണാം ചിന്താ ജെറോമിന്റെ പ്രസംഗം. വിളിച്ചു പറയുന്നത് ഒരു പരനാറിയെ പിന്നെ പരനാറി എന്നല്ലാതെ പുണ്യാളച്ചോ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കുന്നത്. എന്നെ പോലെ തന്നെയാ. അപ്പം ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നവരെല്ലാവരും ഇവരുടെ ബുദ്ധി നിലവാരം ഇവരുടെ സംസ്കാര നിലവാരമുള്ളവരല്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം മോലാളിക്ക് അന്തസ്സും തറവാടത്തും ഇല്ലാന്നല്ലേ? കണ്ടോ, ഇവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വളരെ ശോചനീയമായിരുന്നു. നിരാർഭാടമായിട്ട് അനാർഭാടമായിട്ട് ജീവിച്ചിരുന്ന ആളുകളുടെ സുധാകരൻ അദ്ദേഹത്തെയാണ് ഈ ചെറ്റത്തരം എന്ന രീതിയിലൊക്കെ പറയുന്നത്. ഇദ്ദേഹത്തെ പോലെ രാജകുടുംബത്തിൽ ജനിച്ചവരല്ലോ എല്ലാവരും. അങ്ങനെ കുഴപ്പമില്ല. പുള്ളി ചിറക്കൽ തറവാട്ടിൽ ചിറക്കൽ ഗോകുലത്തിൻ്റെ ഒരു താവഴിയിൽ ജനിച്ച ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം വലിയ ആർഭാടത്തിൽ ജീവിച്ച് പരിചയിച്ച ആളാണ് പുള്ളി. അതിലെ വലിയ എന്താണ് ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഇല്ലാത്ത സെക്യൂരിറ്റിയോട് യാത്ര ചെയ്യുന്നത് പുള്ളി. ജീവാഭയം ഉണ്ടായിട്ടൊന്നുമല്ല. പുള്ളി അങ്ങനെ പ്രതാപത്തിൽ ജീവിച്ച് ശീലിച്ചു പോയി. അപ്പോൾ ആ പ്രതാപത്തിൽ ജീവിക്കാത്ത എല്ലാവരും ചെറ്റകളാണ്, ചെറ്റത്തരമാണെന്നൊക്കെയാണ് പുള്ളി ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലൊരു ആക്ഷേപിച്ചു ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഏതായാലും കുറച്ച് ദിവസം കൂടി മതിയല്ലോ വീണു. 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പ്രശ്നമല്ലടാ, അതറിയാം. ചീട്ടീറാനുള്ള സമയമായല്ലോ. പിന്നെ പുള്ളി എന്ത് പറഞ്ഞാലും ഈ നാട്ടിൽ ആരും മൈൻഡ് ചെയ്യില്ല. ഇത് മെയ് 4-ാം തീയതി കഴിഞ്ഞാൽ ഇതിനൊക്കെ വല്ല പ്രാധാന്യമുണ്ടോ? മെയ് 5-ാം തീയതി വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുമോ? ചെറ്റത്തരം എന്താണ്, പരനാറി എന്താണ്, എന്തായാലും എന്താണ്, ഇതൊന്നും ഒരു വിഷയമേ അല്ലാതാവും. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ജനങ്ങൾ ബാലറ്റ് യന്ത്രത്തിൽ ചെയ്യും. പിന്നെ യന്ത്രത്തിൽ കൃത്രിമം നടത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ആശയ്ക്ക് വകയുള്ളൂ. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് മൂപ്പലാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ധാരാളമായിട്ട് പറയട്ടെ. ഇന്നിപ്പോൾ സുധാകരനെ പറ്റി പറഞ്ഞു, നാളെ വേറൊരാളെ പറ്റി പറയട്ടെ. ഇതുപോലെയുള്ള പുള്ളിയുടെ ആ മധുര കോമള പദാവലികൾ കൊണ്ട് ഓരോരുത്തരെയും പുള്ളി അഭിനന്ദിക്കട്ടെ. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ജോലി എളുപ്പമുണ്ട്. വോട്ടർമാരുടെ ജോലി എളുപ്പമാവും, നമ്മുടെ ജോലി എളുപ്പമാവും, ഇലക്ട്രോണിക് യന്ത്രത്തിൻ്റെ ജോലിയും വളരെ എളുപ്പം. അദ്ദേഹം പുച്ഛിക്കുന്നത് പരിഹസിക്കുന്നത് ദരിദ്രരെയാണ്, ദരിദ്ര നാരായണന്മാരെയാണ്. ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ആളുകളെയാണ്. അവരെ പരിഹസിച്ച്, അവരെ പുച്ഛിച്ച്, അവരെ അവഗണിച്ച്, അവരെ അവഹേളിച്ച് അദ്ദേഹം അങ്ങനെ രാജപദവിയിൽ കേരള ചക്രവർത്തിയായിട്ട് വിരാജിക്കുക. മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കും. അവൻ വലിയ രാജാവ്, നമ്മൾ വെരി പൂർ പ്രജകളും. എത്രയോ കൊല്ലം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ആളെ, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ 5 കൊല്ലം മന്ത്രിയായിരുന്ന ആളല്ലേ. അതിന് മുമ്പ് 5 കൊല്ലം മന്ത്രിയായിരുന്നല്ലോ. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് 10 പൈസ അഴിമതി നടത്താത്ത ഒരാളെയാണ് ഇദ്ദേഹം ആക്ഷേപിക്കുന്നത്. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ. ഇതുവരെ മാധ്യമങ്ങളെ കാണുമ്പോൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞ നാളിപ്പോൾ എല്ലാവരും വിളിച്ച് അകത്ത് വരുത്തുന്നു, എല്ലാ സ്റ്റുഡിയോയിലും ചെല്ലുന്നു, എല്ലാവർക്കും അഭിമുഖം അനുഭവിക്കുന്നു. പിന്നെന്താ അതിന്റെ അർത്ഥം? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഓരോരോ തട്ടിപ്പുകളെ എല്ലായിടത്തും ചിരിക്കുന്നു. അതിലെ ഏറ്റവും വലിയ അത്ഭുതം ഇദ്ദേഹം ചിരിച്ചത് നിങ്ങൾ കണ്ടോ? ഇദ്ദേഹം ചിരിക്കുന്നു.
ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. മാധ്യമ പുറത്തിറക്കാൻ ഓർമ്മ ഉണ്ടാവില്ല, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇത് കാണുന്നവർക്ക് ഓർമ്മയുണ്ടാവും. അത് പുള്ളി ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് May 4 തീയതി വരെ സഹിച്ചാൽ മതി, കുറച്ച് ദിവസമേ ഉള്ളൂ. അല്ല വിനു, ഇത് അധികാര ഭ്രമം മൂത്തിട്ട് വന്നിട്ടുള്ള ഒരു മാനസിക നില തെറ്റിയ സാഹചര്യത്തിലാണ് CPIM-ന്റെ നേതാക്കന്മാർ ഇന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് പൊട്ടന്മാര് ാണ് നമ്മുടെ മലയാള ഭാഷാ നിഘണ്ടുവിലെ ഇത്തരം വികൃത വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ചുച്ചരിക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. പ്രധാനമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്ന ജി സുധാകരൻ ഇന്ന് പാർട്ടി വിട്ട് പുറത്തു പോകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ആ വാക്ക് ഉപയോഗിക്കുന്നതിന് പോലും എനിക്ക് അറപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നത്. ₹1,00,000 പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. NK പ്രേമേന്ദ്രനെതിരെ നടത്തിയിട്ടുള്ള ഭാഷാ പ്രയോഗം, അതുപോലെ താമരശ്ശേരി ബിഷപ്പിന് നേരെ ഉയർത്തിയിട്ടുള്ള ഭാഷാ പ്രയോഗം, ഇതൊക്കെ വളരെ കരുതി കൂട്ടി നടത്തിയ ഭാഷാ പ്രയോഗങ്ങളാണ്. മനസ്സിലായി. മറ്റൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക് ആക്ഷേപിക്കുന്നത് ഇത് CPM നേതാക്കന്മാരുടെ മനോനിലയുടെ പ്രശ്നമാണ്. അവര് വളരെ കൃത്യമായി ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നു, തങ്ങളല്ലാതെ മറ്റാരെയും അംഗീകരിക്കാൻ തയ്യാറാകാത്ത തരത്തിലേക്ക് അവരുടെ മാനസിക നിലവാരം ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞു വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി. ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് അല്ല അവർ നടത്തുന്നത്. എല്ലാവരെയും ത്യജിക്കുകയും ഞങ്ങൾ വീണ്ടും എത്തും എന്ന ശുഭപ്രതീക്ഷയിൽ വല്ലാതെ മാനസികമായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. കൃഷ്ണൻ എന്തുകൊണ്ടാ പാർട്ടി വിട്ടു പോയത്? രക്തസാക്ഷി ഫണ്ടും പാർട്ടിയുടെ കെട്ടിട നിർമ്മാണ ഫണ്ടിലെയും അപാകതകളും അഴിമതിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് കുഞ്ഞികൃഷ്ണൻ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പാർട്ടി വിട്ട് പുറത്തുപോയത്. നാളിതുവരെ കണക്ക് പറഞ്ഞു. അമ്മാവനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. രക്തസാക്ഷി ഫണ്ടിന്റെ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് ഞങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കും. ബഹുജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുമ്പിൽ വ്യത്യാസം പുതിയ രണ്ട് പദാവലി കൂടിയാണ്, ബഹുജനവും പൊതുജനവും. അപ്പൊ ഇതിൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. ശവത്തി കുത്തരുത്. എന്നെ കുരുക്കിന്ന് ഊരാക്കുടിക്കിലേക്ക് ആക്കിയതിന് ദൈവം ഓൺ ദി സ്പോട്ടിൽ തന്ന ശിക്ഷയാണത്. ജി സുധാകരനെ എതിരെ ഉയർത്തിയിരിക്കുന്ന ആ ഒരൊറ്റ വാക്കുകൊണ്ട് കേരളത്തിൽ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു മുദ്രാവാക്യം കൂടി വരുന്നു എന്നതും അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി April 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിധി എഴുതും എന്നു തന്നെയാണ് വിനു എന്റെ വിശ്വാസം. അത് കേരളത്തിൽ വല്ലാതെ പ്രതിഫലിക്കാൻ പോകുന്ന, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ കനത്ത പ്രഹരമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല വിനു. എന്നാലും നിനക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോടാ? എനിക്ക് തോന്നി പറഞ്ഞു. കേസ് കൊടുത്തിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പ്രൊഫൈൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ മറ്റൊരു തന്ത്രമാണോ? വടകരയിലെ കാഫിർ പോസ്റ്റ് പോലെ വല്ല സംശയമുണ്ടോ? സത്യാവസ്ഥ എന്താണെന്നറിയാതെ എന്ത് സത്യാവസ്ഥ ഷോട്ട് പോലെയല്ല, അതിനേക്കാളും മ്ലേച്ഛമാണ്, അതിനേക്കാളും നീചമാണ്, അതിനേക്കാളും അപലപനീയമായ ഒരു പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ ചന്ദ്രശേഖരനെതിരായിട്ടുണ്ടായത്. കുലം കുത്തി എന്ന് വിളിച്ച് ഓർമ്മയില്ലേ? വർഗവഞ്ചകൻ. എന്താണ് വർഗം? എന്താണ് വർഗവഞ്ചന? അതൊന്നും അറിഞ്ഞിരിക്കട്ടെ. പിണറായിയുടെ വർഗമാണോ വർഗം? ആ വർഗത്തെ വഞ്ചിച്ചാണോ വർഗവഞ്ചന? അങ്ങനെയാണെങ്കിൽ രസമാണല്ലോ. ഇദ്ദേഹം ആരാണ്? ചക്രവർത്തിയാണ്. സാക്ഷി ഫണ്ട് വെട്ടിച്ചതല്ല കുറ്റം, അത് വെട്ടിച്ചു എന്ന് പാർട്ടി ഫോറത്തിൽ പറഞ്ഞിട്ട് നീതി കിട്ടാതെ പൊതുസമൂഹത്തിന് പറഞ്ഞാണ് തെറ്റ്. അത് വർഗവഞ്ചനയാണ്. അത് വർഗവഞ്ചനയാണ്. കാശ് പൊട്ടിച്ചവൻ, അത് പുട്ടടിച്ചവൻ, പാർട്ടിയിൽ നേതാവായിട്ട് മാത്രമല്ല MLA ആയിട്ട് വിലസുന്നു, വീണ്ടും മത്സരിക്കാൻ വരും. അതിൽ യാതൊരു വർഗവഞ്ചനയില്ല. അത് വർഗസ്നേഹം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഈ തോട്ടം മുടിയാൻ കാലത്ത് മുച്ചീർപ്പം കൊലയ്ക്കും എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അതിൻ്റെ ചില ലക്ഷണങ്ങളാണ്.
പശ്ചിമ ബംഗാളിലൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അവിടെ 35 കൊല്ലം ആളുകൾ സഹിച്ചു. കേരളത്തിൽ അത് വേണ്ടി വന്നില്ല, 10 കൊല്ലം സഹിക്കേണ്ടി വന്നു. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഏതായാലും മെയ് 4 നമ്മൾ സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം.